ഈ കാപ്പി കുടിച്ചിട്ട് പോ. എന്നാടി നിന്റെ മുഖവിനിയും തെളിഞ്ഞില്ലേ? നെറ്റിക്ക് വേദന വല്ലാതുണ്ടെങ്കിൽ സക്കറിയോട് പറഞ്ഞൊന്ന് സ്കാൻ ചെയ്യിക്കണം. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാന്നേ. എന്നാ പറ്റിയാലേ നീ ഇങ്ങനെ പറയത്തുള്ളൂ? പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ട പെമ്പർനോത്തിമാരോടൊക്കെ പഴംപുരാണം പറഞ്ഞുകൊണ്ടേ നടക്കത്തുള്ളൂ. ചുമ്മാ അല്ല പള്ളിയുടെ വട്ടക്കല്ലെ തട്ടി തലേ തല്ലി വീണത്. ആരുടെ ദൈവാനുഗ്രഹം കൊണ്ടാണോ കൂടുതലൊന്നും സംഭവിക്കാതിരുന്നത്? എടേ, ഇന്ന് എസ്റ്റേറ്റിലെ ശമ്പള ദിവസാ. ഞാൻ വരാൻ കുറച്ച് വൈകും. പ്രാർത്ഥിച്ചിട്ടാണോ ഇറങ്ങിയേ? അതെന്നതാ, രാവിലെ ഉണരുമ്പോ പ്രാർത്ഥിച്ചാ പോരെ? എപ്പോഴും വേണോ? വേണം. കഷ്ടകാല. നിങ്ങൾ വളരെ സൂക്ഷിച്ചേ നടക്കാവൂ. എന്ത് ചെയ്യാനും മടിക്കാത്ത കൂട്ടരവര്. അതാണോ കാര്യം? ഒരു പഴങ്കഥയും പറഞ്ഞുകൊണ്ട് അവരെ ആളുകളെ വരട്ടുന്നത് എന്തിനാണെന്നറിയോ നിനക്ക്? ബിസിനസ് രംഗത്ത് അവരെ നെറികെട്ട കളിക്കൊരു മറ, അത്രേ ഉള്ളൂ. ബിസിനസ് രംഗത്ത് ഒരാളെ തകർത്തുകൊണ്ട് മറ്റൊരാൾ വാഴാൻ ശ്രമിക്കുന്നത് പതിവാ. നീ വെറുതെ മനസ്സ് ഉണ്ടാക്കാൻ അകത്തേക്കില്ലേ? കർത്താവേ കാത്തോളണേ. ഹലോ, വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് കോണ്ടസ് കാറിൽ, നമ്പർ KCF 2336. ഉൾട്ടാൻ കടിച്ചോടാ. ശരി സാർ. എങ്ങോട്ടാ? ഇന്ന് മാസാവസാനം അല്ലേടാ? എസ്റ്റേറ്റിലെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടായോ? ഹലോ, എന്നാടാ? വന്നു. കൊടുക്കാം. ഫോൺ വരുന്നു. പോളച്ചനാ. ഹലോ, എന്നാടാ? ഇച്ചായ ഞാൻ അപ്പനെ കൊടുക്കാം. അപ്പാ, ഇച്ചായന. നീ അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരണം. ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തവരുടെ അക്കൗണ്ട്സിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്നാ നമ്മുടെ ആദ്യത്തിൽ പറയുന്നേ. എങ്കിൽ പിന്നെ ഞാൻ ഉടനെ എത്തിക്കോളാം. അപ്പോഴൊരു വണ്ടി നമ്മുടെ പമ്പിലേക്ക് ഒന്ന് വേഗം അയക്കണം. ആ വണ്ടിയിലിരിക്കുന്ന ക്യാഷ് നീ ഉടനെ കൊണ്ട് എസ്റ്റേറ്റ് മാനേജർ ഒന്ന് ഏൽപ്പിക്കണം. എനിക്ക് മംഗലാപുരത്തിന് 2-3 കോള് വരാനുണ്ട്. കോള് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെയും വിളിച്ചോളും. ആ ഓഡിറ്ററൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്നാ ഞാൻ പോയേച്ചും വരാം. ഇതുകൊണ്ടോ ഷെൽഫോൺ ഇച്ചായന്റെ ഇരുന്നോട്ടെ, അവിടെ റേഞ്ച് കിട്ടുകയല്ല. മംഗലാപുരത്തുനിന്ന് ഫോൺ വന്നാലേ 3 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് ഉടനെ അയക്കാൻ പറഞ്ഞേക്കണം. പിന്നെ ക്ലീറ്റസ് വരുമ്പോ ഈ ചെക്ക് ഹാർബറിൽ കൊടുത്ത് അയച്ചേക്കണം. മേൽക്കുഞ്ഞ് വിളിച്ചാലേ ഞാൻ പോയെന്ന് പറഞ്ഞേക്കാം. നീ ഒന്ന് വേഗം ചെല്ലേ. പിന്നെ അതെ. അയ്യോ, ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. പക്ഷേ
നിങ്ങൾ എല്ലാവരും പുറത്തു പോണം. ഇച്ചായ നല്ല മയക്കത്തില്ല. ഇപ്പൊ തന്നെ വിളിച്ചുണർത്തി മൊഴിയെടുക്കണോ? വേണം. മൊഴിയെടുക്കാതെ ഇയാളങ്ങനെ തട്ടിപ്പോയാലേ ബാക്കിയുള്ള തൂക്കും. വേണ്ട, കിടന്ന് തുള്ളാടാ. ഇതുപോലെ ആക്സിഡന്റ് കാലൊരെണ്ണം പോയാ മതി, അതോടെ നിന്റെയൊക്കെ സകല കളി തീരും. വേണ്ടെന്ന് പറഞ്ഞില്ല. നീ ആണ് പറയുന്നത്. നടക്ക്, വരാനല്ലേ പറ. വിടാനല്ലേ പറഞ്ഞത്? ഡോർ ക്ലോസ് ചെയ്തോ സാർ. മാത്തച്ചൻ, മാത്തച്ചൻ, മാത്തച്ച, മാത്തച്ചൻ, മാത്തച്ച, എടാ മാത്തച്ച, മാത്തച്ച. വേദന സഹിക്കാൻ വയ്യാതെ ഇതുവരെ കരച്ചിലായിരുന്നു. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ദയവ് ചെയ്ത് ഉണർത്തരുത് സർ. ഇയാൾ ഉണരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല. മിണ്ടാതെ നിന്നില്ലെങ്കിൽ രണ്ടിനെ പിടിച്ച് പുറത്താക്കി ഞാൻ. എടാ മാത്തച്ച, മാത്തച്ച, മാത്തച്ച. എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് തന്നോടാ ചോദിച്ചാ? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന്? നിർത്താതെ പോയ ആ ലോറി ഏതാണെന്നറിയാവോ? അത് ഓടിച്ചിരുന്ന ആളെയോ അതിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും താൻ കണ്ടായിരുന്നോ? ഇല്ല, അന്യദിക്കിന്ന് വന്ന ഒരു ലോറിയായിരുന്നു. പപ്പയുടെ അടുത്തോട്ട് വാ. മോനവിടെ പിണങ്ങി ഇന്ന് എന്നാത്തിനാ? അമ്മച്ചി വഴക്ക് പറഞ്ഞായിരുന്നോ? പിന്നെ അത് അപ്പൊ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി കാല് മാറ്റി വെച്ചിരിക്കുവാ. 2 ദിവസം കഴിഞ്ഞ് ജയ്പൂര് പോയി പുതിയൊരു കാല് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഓന്റെ കയ്യും പിടിച്ച് ഗമേലൊരു നടപ്പുണ്ട്. ഒന്ന് കാണണ്ടേ? കുഞ്ഞെ, എന്താ ഇത്? നീ ചുമ്മാ അവനെ കൂടെ വിഷമിപ്പിക്കാതെ കൊച്ചിനെ വിളിച്ചോണ്ട് അപ്പുറത്തോട്ടങ്ങനെ ചെല്ല് ചെല്ല്. മരുന്ന് കഴിക്ക. പുറത്തോട്ടൊന്നും പോവാൻ പറ്റാത്തോണ്ട് ഇരുന്ന് മുഷിയുന്നുണ്ടാവുമല്ലേ? ഒത്തിരി ഓടി നടന്നല്ലേ. ഇനി വിശ്രമിക്കാനാവും തമ്പുരാന്റെ കൽപ്പന. ആക്സിഡന്റ് ഉണ്ടാക്കിയവരെ അറിയില്ലെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞു. നന്നായി. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് ചേച്ചിയമ്മയ്ക്ക് അറിയാം. ചേച്ചിയമ്മേ, ഒന്ന് പതുക്കെ. ഇനി ഇതിന്റെ പേരില് കുട്ടപ്പായി എങ്ങനെ പറഞ്ഞ വേണ്ട. ഇതോടെ അവരുടെ പക തീരുമെങ്കിൽ അങ്ങ് തീരട്ടെ. തീരില്ല. നിന്റെ ഇച്ഛായനെ ഇല്ലാതാക്കാൻ വേണ്ടി അവര് ചെയ്ത ചതിയ. അതില് പക്ഷെ നീ ഇങ്ങനെ. ദൈവമേ, ഇതെല്ലാം എവിടെ ചെന്നാവുന്ന അവസാനിക്കുന്നത്? ഇച്ഛായനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. എല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാ. അവനാ ആ പാറക്കാടന്റെ മോൻ അലോഷി. അവൻ മനഃപൂർവ്വം എന്റെ നേരെയല്ലോ. കുട്ടപ്പായി, ഇച്ഛായനല്ല എന്നോട് മറച്ചു വെച്ചു അല്ലേ? കുട്ടപ്പായി, നീ ആയിട്ട് ഇനി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. ഇതൊക്കെ ക്ഷമിക്കാനുള്ള മനസ്സൊന്നും കുട്ടപ്പായിക്കില്ല. എന്റെ ഇച്ഛായന്റെ കാലൊരെണ്ണം കളഞ്ഞേച്ച് ഇനി അങ്ങനെ ഓടി നടക്കണ്ടവൻ. മോനെ വേണ്ട. ചേച്ചി മോനെ ചേച്ചി